സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കൊല്ലം മൂയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. അന്വേഷണം തൃപ്തികരമല്ലെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നടപടി. അതേസമയം രണ്ടാം പ്രതി അനിതാകുമാരിക്ക് ജാമ്യം അനുവദിച്ചു. നേരത്തെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നെന്ന സഹോദരന്റെ മൊഴിയിൽ അന്വേഷണം നടക്കാത്തത് സംശയങ്ങൾ ബലപ്പെടുത്തിയിരുന്നു. ഇതിൽ ആശങ്കയുണ്ടെന്നായിരുന്നു അബിഗേലിന്റെ പിതാവ് ന്യൂസ് 18നോട് നേരത്തെ വ്യക്തമാക്കിയത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, കഴിഞ്ഞ ദിവസം ഈ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു കൊല്ലം മൂയൂരിൽ നിന്ന് അബിഗേൽ എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വലിയ രീതിയിൽ അട്ടിമറി നടന്നു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18നോടാണ് ഈ അബിഗേലിന്റെ പിതാവ് ആദ്യമായി ഈ ഒരു ആശങ്ക, ഈ ഒരു ആക്ഷേപം പങ്കുവെച്ചത്. ഇപ്പോൾ അതേ തുടർന്ന് ന്യൂസ് 18ന്റെ വാർത്തയ്ക്ക് പിന്നാലെ കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നു. അതായത് കോടതിക്ക് തന്നെ ഇക്കാര്യത്തിൽ ബോധ്യമായിട്ടുണ്ടോ ഈ കേസിൽ ഏതെങ്കിലും രീതിയിലൊരു അട്ടിമറി നടന്നുവെന്ന്? ടോം, കഴിഞ്ഞ 6-ാം തീയതിയാണ്, സെപ്റ്റംബർ 6-ാം തീയതിയാണ് കോടതി, കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസ് പരിഗണിക്കാനിരുന്നത്. അതിന്റെ തൊട്ട് തലേ ദിവസം 5-ാം തീയതിയാണ് അബിഗേൽ സാറ റെജിയുടെ പിതാവ് റെജി ജോൺ നമ്മളുമായി നടത്തിയ ആ ഫോൺ സംഭാഷണം നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ റെജി പറഞ്ഞിരുന്നത് ഈ കേസിൽ പത്മകുമാറും അനിതകുമാരിയും മകളും മാത്രമല്ല, ചിലർ കൂടി ഉണ്ട് എന്ന സംശയമുണ്ട്. ആദ്യഘട്ടം മുതൽ ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ അബിഗേലിന്റെ സഹോദരൻ ജോനാഥൻ പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നതിന് പകരം മാധ്യമങ്ങളുടെ അടക്കം ചോദ്യത്തിന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഈ അന്വേഷണത്തിന് അന്ന് മേൽനോട്ടം വഹിച്ചിരുന്ന ADGP MR അജിത് കുമാർ നൽകിയ ഉത്തരം അത് കുട്ടിയുടെ വെറും തോന്നൽ മാത്രമായിരിക്കാം എന്നായിരുന്നു. സ്വാഭാവികമായി അന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ ദുരൂഹതകൾ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകൽ ഇവർ ആസൂത്രണം ചെയ്തത് എന്നായിരുന്നു. സ്വാഭാവികമായി വലിയ സാമ്പത്തിക ഭദ്രതയുള്ളൊരു കുടുംബം, ചാത്തന്നൂരിനടുത്ത് 4000 സ്ക്വയർ ഫീറ്റിൽ അധികമുള്ളൊരു വലിയ വീടുണ്ട്. അതോടൊപ്പം പോളച്ചിറയിൽ 7 ഏക്കറോളം വരുന്ന ഫാം ഹൗസ്, ആ ഫാം ഹൗസിനുള്ളിൽ 2 മറ്റു വീടുകൾ, 2 ആഡംബര വാഹനങ്ങൾ. ഇതൊക്കെയുള്ള പത്മകുമാറും കുടുംബവും 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിന് വേണ്ടി ഓയൂർ എന്ന ഗ്രാമപ്രദേശത്ത് വന്ന് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിലപേശൽ നടത്തുകയെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ മറ്റെന്തോ കാര്യങ്ങൾ കൂടി ഉണ്ട് ഒളിക്കാൻ എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നത്. അവിടെയാണ് അന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ തന്നെ പിന്നീട് നമ്മളോട് രഹസ്യമായെങ്കിലും വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ അബിഗേലിനൊപ്പം സഹോദരനും ഒരുമിച്ചായിരുന്നു ട്യൂഷന് പോയത്. അപ്പോഴാണ് ഈ വാഹനത്തിലെത്തിയ പത്മകുമാറും സംഘവും ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിൽ ജോനാഥൻ ചെറുത്ത് നിൽക്കുന്നു, വടികൊണ്ട് അടിക്കുന്നു ഈ വാഹനത്തിൽ. അങ്ങനെ അവൻ മാത്രം രക്ഷപ്പെടുന്നു. പിന്നീട് അവൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ 3 പേർ ഒരുമിച്ച് വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇവർ 2 പേരെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ വാഹനത്തിൽ തിരികെ കയറി രക്ഷപ്പെട്ടു പോകുമ്പോൾ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചു പോയ വ്യക്തി ആരായിരുന്നു? ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നുവെന്ന് പോലീസ് അങ്ങ് തറപ്പിച്ച് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വാഹനം അമിത വേഗത്തിൽ അവിടുന്ന് ഓടിച്ചു പോയി പിന്നീട് ഈ കുട്ടിയെ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലെ തെങ്കാശിയിലേക്ക് ഇവർ മടങ്ങുന്നത്? ഇതാണ് ഏറ്റവും ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. അത് കൃത്യമായ ഒരു ആശങ്കയായി നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ കോടതിയുടെ കൃത്യമായ ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി ഈ സംഘത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു, അതോടൊപ്പം 4മതൊരാൾ ഉണ്ടെങ്കിൽ അത് ആരാണ് എന്നതടക്കമുള്ള ഇതുവരെ ഉത്തരം കിട്ടാത്ത എല്ലാ ചോദ്യങ്ങളിലേക്കും വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയുടെ തുടരന്വേഷണത്തിലുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡാൻ, ഈ അബിഗേലിന്റെ പിതാവ്, അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടോ? കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ 4 പേരുണ്ട്. അബിഗേലിന്റെ സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിവരങ്ങൾ നൽകിയത്. ഈ പിതാവിനെ സംബന്ധിച്ച്, അബിഗേലിന്റെ പിതാവിനെ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടോ? മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി? അതല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം, ലക്ഷ്യം സാമ്പത്തികം മാത്രമായിരുന്നില്ല, മറ്റേതെങ്കിലും ദുരൂഹത അവർ സംശയിക്കുന്നുണ്ടോ? ഡാൻ,
അദ്ദേഹം ഒരുപക്ഷെ വലിയ സമ്മർദ്ദത്തിലായിട്ടുണ്ട് ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം. കാരണം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത് പൊതുസമൂഹത്തിൻ്റെ ആശങ്കയാണ് താൻ നമ്മളോട് പങ്കുവെച്ചത് എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അടക്കമുള്ളവർ ഇതിന് പിന്നിൽ മറ്റെന്തോ കാരണങ്ങളുണ്ട് എന്ന തരത്തിൽ ബലമായി സംശയിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്തേണ്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ, ഈ സംശയം ഉളവാക്കുന്ന കാര്യങ്ങൾ അന്ന് പോലീസുമായി പോലീസിനെ നിർബന്ധിച്ച് അന്വേഷിപ്പിക്കുന്ന തരത്തിലേക്ക് മാറാതിരുന്നത് ഈ കുട്ടിയെ സുരക്ഷിതയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊരു നിലപാടിലാണ് റെജി ജോൺ ഉള്ളത്. അതിനിടയിലാണ് ഇങ്ങനെ തുടരന്വേഷണത്തിലുള്ള കോടതിയുടെ ഉത്തരവ് വരുന്നത്. സ്വാഭാവികമായി അങ്ങനെ നടത്തുന്ന അന്വേഷണത്തിൽ ഈ പത്മകുമാറിനും അനിതാകുമാരിക്കും അനുപമ എന്ന അവരുടെ മകൾക്കും പുറമെ മറ്റാരെങ്കിലും ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? എന്തായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം? അതടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം പ്രൊഫഷണൽ ബിരുദധാരിയാണ് പത്മകുമാർ, നിയമപഠന വിദ്യാർത്ഥിയാണ് ഈ അനുപമ. അങ്ങനെ ഒരു കുടുംബം ഇങ്ങനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പണമുണ്ടാക്കാം എന്നൊക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഇത് തന്നെയാണോ കാരണം? അതിലൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. ആ സംശയങ്ങളിലേക്കായിരിക്കും ഈ തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവർ ആരംഭിക്കുമെന്നാണ് വിവരം. ഇവരുടെ ഒരു സംശയം, ഈ ADGP MR അജിത് കുമാർ ഈ രീതിയിൽ കേസ് അട്ടിമറിച്ചു, മറ്റാർക്കോ വേണ്ടി അട്ടിമറി നടത്തിയെന്നായിരുന്നല്ലോ തുടക്കത്തിൽ ഈ അബിഗേലിന്റെ പിതാവ് റെജി ഒരു സംശയം ഉന്നയിച്ചിരുന്നത്. ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണോ? ഈ കോടതിയിൽ ഇവർ സമർപ്പിച്ച ഈ ഹർജിയിലടക്കം ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടോ? ഡാൻ, കോടതിയിൽ ക്രൈംബ്രാഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിക്കുന്നത്. അവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കൃത്യമായി പറയുന്നത് സ്വകാര്യ വാർത്താ ചാനലിന് ഈ കുട്ടിയുടെ പിതാവ് അബിഗേൽ സാറ റെജിയുടെ പിതാവ് റെജി നൽകിയ പ്രതികരണം അതിന് ഇടയാക്കിയ സാഹചര്യം എന്താണ്, അതോടൊപ്പം അങ്ങനെ ഒരു പ്രതികരണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഈ കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിന് കോടതിയുടെ അനുമതി തേടിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അഡീഷണൽ സെഷൻസ് കോടതിയിൽ, കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇങ്ങനെയൊരു ഹർജി സമർപ്പിക്കുന്നത്. അവിടെയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. മറ്റ് വിശദാംശങ്ങളൊക്കെ ഇനി കോടതിയുടെ തന്നെ നിരീക്ഷണത്തിൽ ഈ അന്വേഷണ സംഘം നടത്തുന്ന തുടരന്വേഷണത്തിലായിരിക്കും വ്യക്തമാകുക. ഒരു കാര്യം ഉറപ്പാണ്, MR അജിത് കുമാർ അന്ന് നടത്തിയ വിശദീകരണം, ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച മൊഴികൾ എന്ന വണ്ണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ വിശദീകരണം വലിയ സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പക്ഷെ പിന്നീട് ശ്രദ്ധ അങ്ങോട്ട് ലഭിക്കാതെ പോകുന്ന മറ്റ് കാര്യങ്ങളിലേക്ക് അത് നീങ്ങുന്ന വഴിമാറുന്ന സാഹചര്യമുണ്ടായി. അവിടെ കൃത്യമായി കഴിഞ്ഞ സെപ്റ്റംബർ 5 പുറത്തു വന്ന ഈ പ്രതികരണം, അതായത് റെജി ജോണിന്റെ പ്രതികരണം നിർണായകമായി മാറുകയായിരുന്നു. അവിടെയാണ് അന്വേഷണ സംഘം തന്നെ കോടതിയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഒയൂരിൽ നിന്നും 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് തുടരന്വേഷണത്തിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് കോടതിയുടെ നടപടി. ADGP MR അജിത് കുമാറിനെ കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.